ഇന്ന് കർക്കിടകമാണ്. അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? വൈകുന്നേരം വെച്ചു കൊടുക്കലുള്ളതുകൊണ്ട് കുളിച്ചതിന് ശേഷമാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ അടുക്കളയിൽ കയറിയത്. ഈ ഒരു ആചാരം ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും. എന്റെ വീട്ടിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ആ പായസം റെഡിയാക്കി വെച്ചു. വാവിനെ വീട്ടിൽ വെച്ചു കൊടുക്കുമ്പോൾ നൂൽപുട്ട് എപ്പോഴും ഉണ്ടാകും. ഇപ്രാവശ്യം നൂൽപുട്ട് ഉണ്ടാക്കിയത് ഞാനായിരുന്നു. ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ ഒന്ന് വാട്ടിയതിനു ശേഷം അത് ചൂടോടെ തന്നെ കുഴയ്ക്കണം. എന്നാലേ ആ ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് അതിന് മാവ് കിട്ടത്തുള്ളൂ. നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം കൊണ്ട് വെച്ചിട്ട് ഇടയ്ക്ക് അതിലത്തെ കൈ മുക്കിയതിനു ശേഷമാണ് ഞാനത് കുഴച്ചെടുക്കുന്നത്. അത് കുഴച്ച് വെച്ചപ്പോഴത്തേനും വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വിളക്കും വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് കടന്നത്. ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇതിനകത്ത് വെച്ചിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അധികം ബലം കൊടുക്കാണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് നൂൽപുട്ട് ആക്കാൻ പറ്റും. നൂൽപുട്ടൊക്കെ വേവിക്കാൻ വെച്ച ഗ്യാപ്പിൽ ഞാൻ പപ്പടം കൂടി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ പണിയായിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ സ്പെഷ്യൽ ആയിട്ട് പന്നിയും കൂടി ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി അതിന്റെ പരിപാടികളൊക്കെ അച്ഛൻ ഏറ്റെടുത്തു. അടുക്കള എന്നത് സ്ത്രീകളുടെ മാത്രം സ്ഥലമാണെന്നുള്ള കോൺസെപ്റ്റേ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം രീതിയിൽ ഹെൽപ്പ് ചെയ്തോളും. പിറ്റേ ദിവസം കൂടെ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം നൂൽപുട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും മുളകും പുളിയോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റൂല. എല്ലാവരും ഊഹക്കണക്കിനാണ് ഇടുന്നത്. പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോൾ എല്ലാത്തിനും നല്ല രുചി തന്നെയായിരിക്കും. അല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവലുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ വാവിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.